തെളിയിച്ച് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളെയും. സിനിഗ്രാം അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിന് സഹകരിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്, കടപ്പാടുണ്ട്. എക്സ്പെഷ്യലി ജനപ്രിയ നായകനായ ദിലീപേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ സാദത്ത്, അതുപോലെ നമ്മളുടെ ചെയർമാൻ ജോണേട്ടൻ, കൈലാസ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പള്ളേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അതുപോലെ സരള ചേച്ചി, മറ്റു ഇവിടെ റോയൽ പ്ലാസയുടെ സെക്രട്ടറി, മറ്റു വിശിഷ്ട വ്യക്തികളെ, എനിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഒരു ഫങ്ഷന് വരുമ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് പേടിയാണ്. കാരണം മൊത്തത്തിൽ ഒരു വേദിയിൽ ചെല്ലുമ്പോൾ വളരെ നാണം കുടുങ്ങിയും ചമ്മലൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ഈ നമ്മുടെ സാദത്ത് ഭായിയൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നത് വളരെ അസൂയോടുകൂടി തന്നെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വലിയ പ്രസംഗമൊന്നും ഞാൻ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇന്നിപ്പോൾ സിനിഗ്രാം എന്ന പേരിലൊരു ഡിജിറ്റൽ ഓൺലൈൻ ചാനൽ ആരംഭിക്കുകയാണ് ശ്രീ അഞ്ജു അഷ്റഫ്. അഞ്ജു അഷ്റഫിനെ എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുന്ന കാലം മുതൽ നാനയുടെ അവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ കുറച്ച് പേരിൽ എടുത്തു പറയേണ്ട ഒരാളാണ് അഞ്ജു അഷ്റഫ്. ഞാനൊരിക്കൽ മദ്രാസിലേക്കുള്ള യാത്രയിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സീറ്റിലെ തൊട്ടടുത്ത് അഞ്ജു അഷ്റഫാണ് പേര്. ഞാൻ വിചാരിച്ചത് ഒരു പെൺകുട്ടിയായിരിക്കും വരിക. അഞ്ജു എന്ന് പേരുള്ളൊരു പെൺകുട്ടി വരും, മദ്രാസ് വരെ സംസാരിച്ചൊക്കെ ഇരുന്ന് പോകാം എന്നുള്ള സന്തോഷത്തിലേക്ക് ഇരിക്കുമ്പോൾ ആണ് ഈ അഞ്ജു അഷ്റഫ് വന്ന് കയറിയത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കാരണം ഇയാളവിടെ കയറിയിരുന്ന ഇനി അവർ വന്ന് വേറെ സ്ഥലത്തേക്ക് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരു ലേഡിയാന്ന് തോന്നുന്നു അഞ്ജു. ഇല്ല, അഞ്ജു ഞാനാണ്. ഞാൻ മദ്രാസ് എത്ര വരെ ഇയാളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തിനാ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ അഞ്ജു എന്ന് ഇദ്ദേഹത്തിന് പേരിട്ടതെന്ന് എനിക്കിന്നും പിടികിട്ടിയിട്ടില്ല. എന്തോ ആവട്ടെ, അഞ്ജു അഷ്റഫിന് അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല യാത്രക്കിടയിലുള്ള സൗഹൃദമൊക്കെ ആയിട്ട് അന്ന് മുതലുള്ളൊരു സൗഹൃദമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങിയ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നാനയുടെ പിന്തുണയൊക്കെ നമുക്കുണ്ടായിരുന്നു. ഞാനിവിടെ ബബ്ബയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് അഞ്ജുബായി വന്നിട്ട് പറഞ്ഞത്, ഭായി നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങുകയാണ്, നിങ്ങൾ വന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കൂട്ടായ്മ, നമ്മുടെ നാട്ടിലറിയാലോ ചെറിയൊരു കൂട്ടായ്മയാണ്, ഇവിടെ വന്ന് നമുക്കതൊന്ന് എല്ലാവരും കൂടി ചെയ്യണം. ഞാൻ പറഞ്ഞു പിന്നെന്താ വരാലോ എന്ന് പറഞ്ഞ്
അഞ്ജു പറഞ്ഞ പോലെ നമ്മളിവിടെ വന്നു, നിങ്ങളൊക്കെ കാണാൻ സാധിച്ചു. വലിയ സന്തോഷം. കാരണം നിങ്ങളുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 33 വർഷമായിട്ട് മലയാള സിനിമയിൽ നിലനിൽക്കുന്നത്. അതിനെല്ലാം ഞാൻ നിങ്ങളോട് നേരിട്ട് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഈ സിനിഗ്രാം എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്, അല്ലെങ്കിൽ ഓൺലൈൻ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇത് ഗംഭീരമായിട്ട് ഉയർച്ചയിലേക്ക് പോകട്ടെ. അഞ്ജു അഷ്റഫ് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ടും ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എന്തായാലും ആലുവയിൽ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം പ്രത്യേകിച്ചും സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇവിടെ ആരംഭിക്കുന്നത്.